എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു കല്യാണ വീഡിയോ ആണ്. ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് നടന്ന ഏച്ചിയുടെ മോൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഇടലില്ല. എന്താ വെച്ചാൽ ഒരാഴ്ചയായിട്ട് നല്ല തിരക്കിലായിരുന്നു. പയ്യന്നൂരാന്ന് വീട്, അങ്ങോട്ടേക്ക് പോക്കും വരവും. പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ നിന്നാണ് കല്യാണം ഉണ്ടായിന്. ഇന്നലെ ആയിരുന്നു കല്യാണം, ഏപ്രിൽ 20-ന്. ഇന്നലെ രാത്രിയാണ് തിരിച്ചെത്തിയത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. ഏപ്രിൽ 18-നാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് ഗുരുവായൂർ. അന്ന് രാത്രി പെൺകുട്ടിയുടെ വീട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ്. അവിടെ ഒരു ഹാളിൽ വെച്ചിട്ട് മെഹന്തി നൈറ്റൊക്കെ ഉണ്ടായിട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ നല്ല പരിപാടിയായിരുന്നു, നല്ല അടിപൊളി ആയിട്ട് അവർ നടത്തിയിട്ടുണ്ടായിനി. നമ്മൾ പോയവർക്കും പാട്ട് പാടാം. ഇതാണ് കേട്ടോ എൻ്റെ മൂത്തേച്ചിയുടെ മോനാണ് ആ നിൽക്കുന്നതും. അവൻ്റെയാണ് കല്യാണം. അപ്പോൾ രാഹുലിൻ്റെ പേര്, പെൺകുട്ടിയുടെ പേര് നിഷ. അങ്ങനെ ഇതാ പരിപാടിയെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ കമ്പവലി മത്സരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെൻ്റെ വെല്ലുമ്പേരെ മോനാന്ന്. ഇവിടുന്ന് 40 ആൾക്കാർ പോയിട്ടുണ്ടായിന്. അതിൽ പോയവർക്ക് പാട്ട് പാടാൻ അറിയുന്നവരൊക്കെ പാടിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറി പാടിയതാണ്. അപ്പോൾ ഇത് ഏച്ചിയുടെ മോളെ ഭർത്താവാണ് പാടുന്നത് കേട്ടോ. അപ്പോൾ കല്യാണം കഴിക്കുന്ന പെൺകുട്ടി പാടിയിട്ടുണ്ടായിനി. കമ്പവലി മത്സരത്തിൽ നമ്മളെ ടീമിന് തന്നെയാണ് ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ അന്ന് രാത്രി പരിപാടിയെല്ലാം കഴിഞ്ഞ് 12 മണിയായി. റൂമിലെത്തി കിടന്നുറങ്ങിയതിന് ശേഷം പിറ്റേന്ന് രാവിലെ 6 മണിക്കാണ് കല്യാണം താലികെട്ടിൻ്റെ സമയം കിട്ടിയിട്ടുണ്ടായിന്. അങ്ങനെ എല്ലാവരും 5:30-6 മണിയാകുമ്പോൾ തന്നെ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലെത്തി. എല്ലാവരും നല്ല രസമായിരുന്നേ. സെറ്റ് സാരി, സെറ്റ് മുണ്ട്, മുല്ലപ്പോലും വെച്ചിട്ടില്ല. രാവിലെ നല്ല രസം ഉണ്ടായിന്. കുറേ ആൾക്കാരും കൂടി ആകുമ്പോൾ നല്ല ബന്ധുക്കളെല്ലാം ഒത്തുചേരുമ്പോൾ നല്ലൊരു രസമല്ലേ. അങ്ങനെ ഇതാണ് ഏച്ചി. മൂത്തേച്ചി ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നത്. ഇത് ഏട്ടൻ്റെ ഭാര്യയാണ്, ഇത് ഏട്ടൻ്റെ മോള്. അങ്ങനെ എല്ലാവരും ഉണ്ടായിന്. എനിക്ക് 2 ഏച്ചിമാരാണുള്ളത്. അതിന് രണ്ടാമത്തെ ഏച്ചിക്ക് വരാൻ പറ്റിയിട്ടില്ല. ഇത് അവിടെ നിൽക്കുന്നുണ്ടിന്, അത് ഏച്ചിയുടെ ചേച്ചിയുടെ മോളാണിത്. അങ്ങനെ താലിയെല്ലാം കെട്ടാൻ വേണ്ടിയിട്ട് അവിടെ കൂടി സഹായിച്ച്. അങ്ങനെ ഇതാ രാവിലെ പിന്നെ റൂമിലേക്ക് വീണ്ടും വന്നിട്ട് ഓഡിറ്റോറിയത്തിൽ നിന്ന് വീണ്ടും കല്യാണമുണ്ട്. ഫോട്ടോ എടുക്കലും അങ്ങനെ ലൈറ്റില്ലേ, അതിനുള്ള സാരിയെല്ലാം എടുത്തിട്ട് ഞാൻ നിന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നുണ്ടില്ലേ, എന്നെ എടുത്തു തരാൻ വേണ്ടിയിട്ട് ആരും ഇല്ലാത്തതുകൊണ്ട് ഇതിലധികം എന്നെ കാണാത്തത്. ഇത് ഏട്ടൻ്റെ മോള്, എൻ്റെ മക്കൾ, പിന്നെ ഇപ്പം കണ്ട ചേച്ചിയുടെ മോള് കുട്ടി, അവരെല്ലാം കൂടിയിട്ട് ഇങ്ങനെയെല്ലാം ഒരു കല്യാണം വരുമ്പോൾ അങ്ങനെയല്ലല്ലേ അവർക്ക് കളിക്കാൻ പറ്റുമോ. അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ടൈമും കൂടി ആയതുകൊണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫോട്ടോ എടുക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചോറുണ്ണാൻ വേണ്ടിയിട്ട് ഇരുന്നു. എല്ലാം എന്താ പുളിയിഞ്ചി, അച്ചാർ, കോലൻ, പച്ചടി, അവിയൽ, കൂട്ടുകറി, പരിപ്പും നെയ്യും, അങ്ങനെ പൈനാപ്പിളിൻ്റെ പച്ചടി, സാമ്പാർ, മോര്, രസം, പായസം 2 തരത്തിലെല്ലാം ഉണ്ടായിന്. ഇതാണ് ഞാനും എൻ്റെ വിനോദേട്ടനും കൂടിയിട്ട്. ഇതെൻ്റെ അച്ഛൻ. അങ്ങനെ എല്ലാവരുമായിട്ട് ഞാൻ കുറേ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിന്. എനിക്ക് എല്ലാവരെയും ഒന്നും അങ്ങനെ ഉൾപ്പെടുത്താൻ, എനിക്ക് പുറത്ത് പോയിട്ട് അങ്ങനെ വീഡിയോ എടുക്കാനൊരു മടിയായത് കാരണം ഞാൻ കുറേശ്ശെ ആരും കാണാണ്ട് ഇങ്ങനെ എടുത്തതല്ലാന്ന് കേട്ടോ. അപ്പോൾ ഇതെല്ലാം എൻ്റെ ബന്ധുക്കളാണ്. അമ്മാമ്മൻ്റെ മക്കളും മോൻ്റെ ഭാര്യമാർ അങ്ങനെയെല്ലാം ആയിട്ടുള്ളവരാണ്. പിന്നെ കല്യാണം കഴിക്കുന്ന ചെക്കൻ്റെ അച്ഛൻ്റെ വീട്ടുകാരാണ് കേട്ടോ. ഇതെല്ലാം എന്നോട് ചോദിക്കുന്നത്, വയറ് നല്ലോണം പൊന്തിയിട്ടുണ്ടല്ലോ, നല്ലോണം സദ്യ കഴിച്ചിനല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ എന്നെ കളിയാക്കുകയാണ് കേട്ടോ. ഇവരെല്ലാം പിന്നെ എല്ലാവരും നമ്മൾ പോയവരെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ എടുത്തന്ന്. ആണിൻ്റെ വീട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഒരു ഫോട്ടോ എടുത്തന്ന്. അങ്ങനെ ഇതാ നമ്മൾ ബസ്സിൽ കയറിയിട്ട് തിരിച്ച് പയ്യന്നൂരേക്ക് തന്നെ പോലായി. എല്ലാം കഴിഞ്ഞു. 3 ദിവസത്തെ ബന്ധുക്കൾ അച്ഛൻ്റെ വീട്ടിലായാലും അമ്മയുടെ വീട്ടിലായാലും എല്ലാവരും പാടുന്നുണ്ട്. ഇതാണ് കല്യാണ ചെക്കൻ്റെ അച്ഛൻ കേട്ടോ, അതായത് എൻ്റെ ഇപ്പോൾ കാണിച്ച ചേച്ചിയുടെ ഭർത്താവ്.
അവർ അവസാനമാകുമ്പോൾ പാടൂല പാടൂല എന്ന് ലാസ്റ്റ് ആകുമ്പോൾ ഒരു പാട്ട് പാടിയതാണ് ഡാൻസോട് കൂടി. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ആയി ബൈ.